അങ്ങനെ ലീനയുടെ ഫോൺ അടുത്തേക്ക് വന്നു. ഇപ്പോൾ ഡോക്ടർമാർക്കൊക്കെ എത്രയോ ഫോൺ ഉണ്ടാകും. നേഴ്സ് പറഞ്ഞു, ഡോക്ടർ താങ്കൾക്കൊരു ഫോൺ ഉണ്ടെന്ന്. അറബികളാണ് വിളിക്കുന്നത്. അപ്പം ഇങ്ങനെ എന്ത് ചെയ്യാൻ എനിക്കറിയില്ലല്ലോ. ആ ഫോൺ ഫസ്റ്റ് മൂവ്മെൻ്റ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ്? ഹലോ മർഹബ അനലീന, അല്ലെങ്കിൽ മാക്ക് ലീന. അപ്പോൾ ലീനയെ ചോദിച്ചാണ്, മാക്ക് പറഞ്ഞോളുന്നില്ല. മർഹബ യാ തയ്യിബ് അനലീന. ശരി, ലീന സ്പീക്കിംഗ് എന്ന് പറയുന്നു. ഓക്കെ, ആം ലീന. മർഹബ യാ തയ്യിബ്, ആരാന്നറിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞാൽ മതി. മർഹബ യാ തയ്യിബ് അനലീന, മർഹബ യാ തയ്യിബ് അനലീന. ആ സമയത്ത് കമ്പനിയിൽ ഒരു സാധാരണ ജോലിക്കാരനായ അറബിയാണ്. അദ്ദേഹം പറയുന്നത് അന അഹ്മദ് അല്ലെങ്കിൽ മഅക അഹ്മദ്, രണ്ടും പറയാട്ടോ അവിടെ. മഅക അഹ്മദ് ലീന, മഅക അഹ്മദ്. ഓക്കെ, നിങ്ങളുടെ കൂടെ അഹ്മദാണ് സംസാരിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു അന അഹ്മദ് എന്നും പറയാം. അവിടെ മാക്ക്, ഫോൺ സാധാരണ ഫോൺ എടുക്കുമ്പോൾ മാക്ക് തന്നെയാണ് പറയാൻ ബെറ്റർ. ഇതിപ്പോൾ നമ്മൾ പരിചയപ്പെട്ടു വന്നൊരു സാധനം ആയതുകൊണ്ടായിരിക്കും അവിടെ അന അഹ്മദ് എന്ന് പറഞ്ഞു. ഓക്കെ, രണ്ടും പറയാം. കീഫ് ഹാലിക്കിയ. അപ്പോൾ കഴിഞ്ഞില്ല കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ആൾക്കാർക്ക് ലീവ്, ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട് ഒരു അറബിനോട്, ഹലോ അസ്സലാമു അലൈക്കും ബാബ, മുഷ്കില ആനഫി ഇജാസ് ആനഫി റോ ബുക്ര ആന അബാ ഫുലൂസ്. ഇയാൾ അതിനേക്കാളും വലിയ എന്തോ തിരക്കിലാണ്. ആ തിരക്കിൻ്റെ ഇടയിൽ ഇയാൾക്ക് ഒന്നിനും നേരം കിട്ടൂല. തൈ മാഫി മുഷ്കിലാൻ ഫോണാണ് വെക്കും, ഒന്നും നടക്കൂല കേട്ടോ. ഔപചാരികത മിസ് ചെയ്തുകൊണ്ട് ഒരു കാര്യവും സംസാരിക്കരുത്, അത് കിട്ടൂല. അവർക്ക് അതിനോട് എന്താണ് മാനസികമായി അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്, മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ലീന, മിസ്റ്റർ ലീന അല്ലെങ്കിൽ സിസ്റ്റർ ലീന, എന്താ നിങ്ങളുടെ വിശേഷങ്ങൾ? ലീന, ഉഖ്തി എൻ്റെ പെങ്ങള് എന്നാണ്. നോക്കിങ്ങൾ അറബിയുടെ ഒരു പ്രത്യേകത. ഉഖ്തി എൻ്റെ പെങ്ങളെ, എന്താ വിശേഷം? നമ്മൾ മലയാളത്തിൽ പോലും അങ്ങനെ ചോദിക്കൂല. അറബികളൊക്കെ അങ്ങനെ, അതാണ് അതിൻ്റെ യഥാർത്ഥം. സ്വന്തം പെങ്ങളെ എന്ന് വിളിക്കൂലല്ലോ, അവർ വിളിക്കും. അതാണ് ലീന, ലീന മാം എന്താ വിശേഷങ്ങൾ? സിസ്റ്റർ ലീന എന്താ വിശേഷം എന്നാണ് ചോദിക്കണ്ട. ആവശ്യങ്ങൾ പിന്നീട് ചോദിച്ചാൽ മതി. അതിനു മുമ്പ് നമ്മൾ എന്താക്കുന്നു, അവരോട് നമ്മുടെ കാര്യം പറയാൻ വേണ്ടി ഒരു കേഫ് ഹാൻഡ് കടിച്ചു വിട്ടു. അടുത്തൊരു ചോദ്യം കൂടിയുണ്ട്. ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആ ടെലിഫോൺ കോളിൽ. എന്താണത്? അങ്ങ് ബിസിയാണോ മാം? അങ്ങ് ബിസിയാണോ മാം? എന്താണ് ആ ബഹുമാനൊക്കെ നിങ്ങൾ ഞാനിപ്പോൾ ഒരു മുതിർന്ന കൊടുക്കുന്ന, ഹലോ അസ്സലാമു അലൈക്കും ഷേഖ് മാലേഷ് മഷ്ഗൂൽ. സാർ നിങ്ങൾ മഷ്ഗൂലാണോ? അപ്പോൾ അവർ പറയില്ല ഫദ്ദൽ യാ സയ്യിദ്, ഫദ്ദൽ, പറഞ്ഞോളൂ സയ്യിദ്. അതൊരു അപ്പോയിൻമെൻ്റ് എടുക്കലാണ്, അത് സ്പോട്ടിൽ അപ്പോയിൻമെൻ്റ് എടുക്കലാണ്. നിങ്ങളൊരു മാന്യനായ വ്യക്തിയോട് അദ്ദേഹം ഒരിക്കലും അവോയ്ഡ് ചെയ്യൂല നിങ്ങളെ. അതുകൊണ്ട് തന്നെ അതില്ലാതെ നിങ്ങൾ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലിക്ക് പ്രാധാന്യം കൊടുക്കും, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ലീനയോട് ചോദിക്കുന്നത് എങ്ങനെയാണ്? മഷ്ഗൂല ഇൻതി യാ ഉഖ്തി, സിസ്റ്റർ നിങ്ങൾ ബിസിയാണോ, സംസാരിക്കാമോ? മഷ്ഗൂല ഇൻതി യാ ഷേഖ. അപ്പോൾ അവരുടെ മറുപടി എന്തായിരിക്കണം? ലാ യാ ഷേഖ് ഫദ്ദൽ. ആണെങ്കിൽ പോലും മാന്യയായ ഒരു വ്യക്തിയാവും എന്ത് പറയണം അവർ? ലാ യാ ഷേഖ് ആണ്, ലാ മാഫി എന്നല്ല, ലാ യാ ഷേഖ് ഫദ്ദൽ. തഫദ്ദൽ എന്നാണ് ഉണ്ടാവുക, പറയുമ്പോൾ ഫദ്ദൽ, ലാ ഷേഖ് ഫദ്ദൽ. ഓക്കെ, പറഞ്ഞോളൂ സാർ.